ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് സമയം കളയാതെ തന്നെ ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. ഫസ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ദ ചോള ഡൈനാസ്റ്റി. കഴിഞ്ഞ ദിവസം നമ്മളുടെ പ്രധാനമന്ത്രി തമിഴ്നാട് വിസിറ്റ് ചെയ്യുകയുണ്ടായി. പെർട്ടിക്കുലർലി ഗംഗൈകൊണ്ട ചോളപുരവും ബൃഹദ്വേശ്വര ടെമ്പിളും അദ്ദേഹം വിസിറ്റ് ചെയ്യുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ചോള ഡൈനാസ്റ്റിയെ കുറിച്ചിട്ടും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുണ്ട് അവിടെ. ഈ ബൃഹദ്വേശ്വര ടെമ്പിൾ ഉണ്ട്, ദെൻ അതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ക്ഷേത്രങ്ങൾ കൂടിയുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യണം. സോ നമുക്ക് സമയം കളയാതെ തന്നെ ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. എന്താണ് ചോള ഡൈനാസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് ഇവരുടെ തുടക്കം? അതായത് തമിഴ്നാടിന്റെ അറിയപ്പെടുന്ന ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത് BC 250 അതായത് അറിയപ്പെടുന്ന ഹിസ്റ്ററി എന്നാണ് കേട്ടോ, അല്ലെങ്കിൽ എഴുതി വെച്ചിട്ടുള്ള നമുക്ക് മനസ്സിലാക്കപ്പെടുന്ന ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത് BC 250 കൂടിയിട്ടാണ്. 250 എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന് 250 വർഷം മുന്നേ, അല്ലെങ്കിൽ ബിഫോർ കോമൺ ഇറ. ഇപ്പോ BC എന്ന് പറയുമ്പോൾ ബിഫോർ ക്രൈസ്റ്റ് എന്ന് നമ്മൾ ഉപയോഗിക്കാറില്ല. അത് പണ്ടത്തെ ഒരു കോയിൻ ചെയ്തൊരു ടൈം ആയിരുന്നു. ഇപ്പൊ വിളിക്കുന്നത് എന്താണ്? ബിഫോർ കോമൺ ഇറ. ദെൻ C എന്ന് പറഞ്ഞാൽ എന്താണ്? C എന്ന് പറഞ്ഞെങ്കിൽ കോമൺ ഇറ എന്നാണ് അർത്ഥം. ഓക്കെ, സോ ക്രിസ്തുവിന് 250 വർഷം മുൻപും ക്രിസ്തുവിന് 250 ശേഷം ഉള്ള കാലഘട്ടത്തെ എന്താ വിളിക്കുന്നത്? നമ്മൾ സംഘ കാലഘട്ടം എന്ന് വിളിക്കും. എന്താണ് ഈ സംഘ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് 3 സംഘങ്ങൾ അവിടെ പ്രധാനമായിട്ട് നടന്നിട്ടുണ്ട്. സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഡിബേറ്റ് ചെയ്യാനായിട്ടും പാട്ടുകൾ പാടാനായിട്ടും, അല്ലെങ്കിൽ ഒരു ഇന്റലക്ച്വൽ കോർപ്പറേഷൻ ആണ് ഈ സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇന്റലക്ച്വൽ ഒരു കോർപ്പറേഷൻ ആണ്. അവിടെ കവികൾ വരികയും ആ കാലഘട്ടങ്ങളിൽ എഴുത്തുകൾ നടക്കുകയും അവിടെ ഡിബേറ്റുകൾ ചെയ്യുകയും പാട്ടുകൾ പാടുകയും രചനകൾ രചിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തെയാണ് ഈ സംഘ കാലഘട്ടം എന്ന് പറയുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട 3 സംഘങ്ങൾ നടന്നിട്ടുണ്ട്. സംഘങ്ങൾ തമിഴ്നാടിന്റെ ഹിസ്റ്ററിയിൽ നടന്നിട്ടുണ്ട്. ഒന്നാമത്തെ സംഘം സ്വർഗത്തിൽ വെച്ച് നടന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ദെൻ അതിനുശേഷം 2 സംഘങ്ങൾ കൂടി നടന്നിട്ടുണ്ട്. ഇങ്ങനെ 3 സംഘങ്ങൾ നടന്ന കാലഘട്ടങ്ങളെയാണ് നമ്മൾ ഈ സംഘ കാലഘട്ടം എന്ന് പറയുന്നത്. സോ ഈ സംഘ കാലഘട്ടത്തിൽ തന്നെയാണ് 3 പ്രധാന ഡൈനാസ്റ്റികൾ നമ്മളുടെ സദേൺ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഒന്ന് കേരളം ആസ്ഥാനമാക്കിയിട്ടുള്ള ചേരപുത്രന്മാർ, ചേര ഡൈനാസ്റ്റി. ദെൻ തമിഴ്നാട് ആസ്ഥാനമാക്കിയിട്ടുള്ള ചോള ഡൈനാസ്റ്റി. ദെൻ തമിഴ്നാട് തന്നെ ആസ്ഥാനമാക്കിയിട്ടുള്ള സദേൺ തമിഴ്നാട് ആസ്ഥാനമാക്കിയിട്ടുള്ള പാണ്ഡ്യ ഡൈനാസ്റ്റി. മധുരൈ ആസ്ഥാനമാക്കിയിട്ട് പാണ്ഡ്യ ഡൈനാസ്റ്റി. ഇങ്ങനെ 3 ഡൈനാസ്റ്റികളാണ് തമിഴ്നാട് ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ഏത് കാലഘട്ടത്തില്? സംഘ കാലഘട്ടങ്ങളില്. 250 മുതൽ 250, ഒരു 500 വർഷം ഇങ്ങനെയാണ് അവിടെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. ദെൻ ഇതിനുശേഷം കലബ്രാസ് എന്ന് പറയുന്ന ലോക്കൽ ട്രൈബുകൾ ഈ മേഖലകളെല്ലാം പിടിച്ചടക്കുകയാണ്. സോ എഴുതപ്പെട്ട ഒരു ഹിസ്റ്ററി അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. ഈ മാപ്പ് ഒന്ന് നോക്കി, മുകളിലെ ചോളന്മാര്, താഴെ പാണ്ഡ്യര്, ഇപ്പുറത്ത് കേരളപുത്രന്മാരെന്നറിയപ്പെടുന്ന ചേരവംശജരായിട്ടുള്ള രാജാക്കന്മാര്. ഇതിന് ഇടയിൽ ചെറിയ രാജ്യങ്ങളുണ്ട്. രാജവംശം, നിങ്ങൾ കേരള ചരിത്രം പഠിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കേൾക്കാം. രാജവംശം, ഏഴിൽമല എന്ന് പറയുന്ന ഒരു രാജവംശം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ നാട്ടുരാജാക്കന്മാരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? ചേര രാജാക്കന്മാര്, ചോള രാജാക്കന്മാര്, പാണ്ഡ്യ രാജാക്കന്മാര്, ഇങ്ങനെ 3 പേരുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 300 അതായത് AC 300 കൂടി, അല്ലെങ്കിൽ CE 300 കൂടിയിട്ട് കളബ്രാസ് എന്ന് പറയുന്ന ട്രൈബുകൾ ഈ പ്രദേശങ്ങൾ കൈയടക്കി. അവർക്ക് കൃത്യമായിട്ടുള്ള ചരിത്ര രേഖകളൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് അവരുടെ ചരിത്രം എഴുതി വെച്ചിട്ടും ഒന്നും പോകുന്ന ആളുകളായിരുന്നില്ല. പക്ഷേ അപ്പോ നമുക്ക് എന്താ പ്രശ്നം പറ്റി? ഇവരാരാണ്, എന്താണ്, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടിയില്ല. സോ ഈ പീരീഡിനെ പറയുന്ന പേരാണ് കളബ്ര ഇന്റർറെഗ്നം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കളബ്ര ഇന്റർറെഗ്നം പീരീഡ്. സോ ഒരു CE 200 മുതൽ 600 CE വരെ എന്താണ്? കളബ്ര ഇന്റർറെഗ്നം പീരീഡ് ആണ്. അതായത് ഒരു 7ാം നൂറ്റാണ്ട് വരെ ഈ കളബ്രാസ് ആണ് ഭരിച്ചത് എന്നാണ് കരുതപ്പെടുന്നത്. ഇതിനിടയിൽ ആരെങ്കിലും ഉണ്ടോ എന്നറിയാനായിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള രേഖകളില്ല. ഇതിനുശേഷം വീണ്ടും പല്ലവാസ് എന്ന് പറയുന്ന ഒരു രാജ്യം ഉയർത്തെഴുന്നേൽക്കുകയാണ്. പല്ലവാസ് എന്ന് പറയുന്ന ഒരു രാജ്യം ഉയർത്തെഴുന്നേൽക്കുകയാണ്. സദേൺ പാർട്ട് ഓഫ് ദ ഇന്ത്യയില് നമ്മളുടെ കാഞ്ചീപുരം ക്യാപിറ്റൽ ആക്കിയിട്ട്, അല്ലെങ്കിൽ കാഞ്ചി ക്യാപിറ്റൽ ആക്കിയിട്ട് പല്ലവന്മാര് ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഈ പല്ലവന്മാരെ തോൽപ്പിച്ചുകൊണ്ടാണ് ആര് വരുന്നത്? പല്ലവന്മാരെ തോൽപ്പിച്ചുകൊണ്ടാണ് നമ്മളുടെ ചോള രാജാക്കന്മാർ, 2ാം ചോള രാജാക്കന്മാർ, അല്ലെങ്കിൽ ഇംപീരിയൽ ചോളാസ് എന്ന് പറയും. ഇംപീരിയൽ ചോളാസ്. അങ്ങനെ ഇംപീരിയൽ ചോളാസ് ഉയർത്തെഴുന്നേൽക്കുന്നത്. മനസ്സിലായോ?
സോ ചോള എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏൻഷ്യന്റ് ഹിസ്റ്ററി പഠിക്കുന്നവരും ചോള രാജാക്കന്മാരെ കുറിച്ച് പഠിക്കും സദേൺ ഇന്ത്യ പഠിക്കുമ്പോൾ. ദെൻ അത് കഴിഞ്ഞ് മിഡീവിയൽ ഇന്ത്യയിലേക്ക് നമ്മൾ പോയി കഴിയുമ്പോഴും ആദ്യം ഈ സദേൺ ഹിസ്റ്ററി പറയുമ്പോൾ നമ്മൾ പറയുന്നത് ചോള രാജാക്കന്മാർ അവർ 8-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നു, 9-ാം നൂറ്റാണ്ടിലും 10-ാം നൂറ്റാണ്ടിലും ഉണ്ടായിരുന്നു എന്ന് പറയും. നമ്മൾ പെട്ടുപോകും. അതായത് മറ്റേ ഒരു സിനിമയിൽ പറയുമല്ലോ, ഒരു മോഹൻലാലിന്റെ ഒരു സിനിമയിൽ പറയുമല്ലോ, ഞാനും കോയ നീയും കോയും അവർ രണ്ട് കോയെ. ആ ഒരു അവസ്ഥയാണ് ഇവിടെ വരുന്നത്. അതായത് കൃത്യമായിട്ട് നമ്മളുടെ ഈ ക്രോണോളജിക്കൽ ഓർഡർ അറിയാത്ത ഒരാൾ എവിടെയാണ് ചോള എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് കൺഫ്യൂഷൻ ആവും. അപ്പൊ അങ്ങനത്തെ കൺഫ്യൂഷൻ വേണ്ട. രണ്ട് ചോളാസ് ഉണ്ടായിരുന്നു. ആദ്യത്തെ ചോള നമ്മളുടെ സംഘ കാലഘട്ടങ്ങളിൽ, അതിനുശേഷം കളബ്ര ഇന്റരക്നം പീരീഡ് വന്നു. അതിനുശേഷം എന്താ സംഭവിച്ചേ, നമ്മളുടെ പല്ലവാസ് വന്നു. പല്ലവാസിനെ തോൽപ്പിച്ചുകൊണ്ട് ആര് വന്നു? ദ ഇംപീരിയൽ ചോള. പൊന്നിയൻ സെൽവൻ എന്ന് പറഞ്ഞൊരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പൊന്നിയൻ സെൽവൻ. പൊന്നിയൻ സെൽവൻ എന്ന് പറയുന്ന സിനിമയിൽ പറയുന്ന കഥാപരിസ്ഥരം ഈ ഇംപീരിയൽ ചോള കാലഘട്ടത്തിലാണ്. കരികാലൻ എന്ന് പറയുന്ന കരികാല ചോളനെ കുറിച്ചിട്ടും ദെൻ രാജരാജ ചോളൻ, അരുൾമൊഴി ചോളൻ എന്ന് പറയും. അരുൾമൊഴി ചോളനാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നത്. സോ ഈ രാജരാജ ചോളനെ കുറിച്ചിട്ടുള്ള ഒരു മിത്ത് ആൻഡ് ഹിസ്റ്ററി കണക്ട് ചെയ്ത് എഴുതിയിരിക്കുന്ന ഒരു സിനിമയാണ് ഈ പൊന്നിയൻ സെൽവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ ആണോ? സോ നമുക്ക് ചോള രാജ്യത്തിലേക്ക് പോകാം. ചോളരാജ്യം എന്നാണ് സ്ഥാപിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഇംപീരിയൽ ചോള ആദ്യമായിട്ട് സ്ഥാപിക്കപ്പെടുന്നത് AD 850 വിച്ച് മീൻസ് 9-ാം നൂറ്റാണ്ടിലാണ് നമ്മളുടെ ചോള സാമ്രാജ്യം സ്ഥാപിക്കപ്പെടുന്നത്. ആരാണ് സ്ഥാപിച്ചത്? വിജയലയ എന്ന് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോള രാജാവാണ് ഈ ചോള സാമ്രാജ്യം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ ആണോ? 850 വിജയലയയാണ് ഈ ചോള സാമ്രാജ്യം സ്ഥാപിച്ചത്. എവിടെയാണ്? നമ്മളുടെ തഞ്ചാവൂർ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ ഈ ചോള സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. ഓക്കെ, തഞ്ചാവൂർ ബേസ് ചെയ്തുകൊണ്ട് ചോള സാമ്രാജ്യം സ്ഥാപിച്ചു. രണ്ട് പ്രധാനപ്പെട്ട രാജാക്കന്മാരെ ഇവിടെ നമ്മൾ പഠിച്ചു പോകണം. അതിൽ ഒരാളുടെ പേരാണ് രാജരാജ ചോളൻ. രാജരാജ ചോളൻ. രണ്ടാമത്തെ ആളുടെ പേരാണ് എന്ത്? രാജേന്ദ്ര ചോളൻ. രാജരാജ ചോളന്റെ മകനായിട്ടുള്ള രാജേന്ദ്ര ചോളൻ. ഈ രണ്ടു പേരുടെ കാലഘട്ടങ്ങളിലുമാണ് എന്ത് ചെയ്യുന്നേ? ചോള സാമ്രാജ്യം ഫ്ലറിഷ് ചെയ്യുന്നേ. ചോള സാമ്രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദേൺ ഇന്ത്യയിൽ മാത്രമല്ല, ഈസ്റ്റേൺ ഇന്ത്യയിലും കടൽ വഴി യുദ്ധം ചെയ്യാനായിട്ട് ഇവന്മാര് ഭീകരന്മാരായിരുന്നു. കടലിനെ കയ്യിലാക്കിയവരായിരുന്നു ഈ ചോള സാമ്രാജ്യക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഈ നമ്മളുടെ ഈസ്റ്റേൺ കോസ്റ്റിനെ, അല്ലെങ്കിൽ ബേ ഓഫ് ബംഗാളിനോട് ചേർന്ന് കിടക്കുന്ന കോസ്റ്റിനെ വിളിക്കുന്ന പേരെന്താണ്? കോറമെന്റൽ തീരങ്ങൾ. കോറമെന്റൽ തീരങ്ങൾ. അതിന്റെ പഴയ പേരെന്താണെന്ന് അറിയാവോ? ചോളമണ്ഡലം. ചോള മണ്ഡലം എന്നതിൽ നിന്നാണ് ഈ കോറമെന്റൽ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്ക് രൂപപ്പെട്ടിരിക്കുന്നത്. ഓക്കെ ആണോ? സോ അവരുടെ കടലിലുള്ള ഒരു പ്രസൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? ദെൻ ഇവര് ശ്രീലങ്കയിലേക്ക് പോയിട്ടുണ്ട്, പട നയിച്ച് ശ്രീലങ്കയിലേക്ക് പോയിട്ടുണ്ട്. ദെൻ ഈസ്റ്റേൺ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കോണ്ടിനെന്റിലെ നമ്മളുടെ തായ്ലൻഡ്, ലാവോസ് അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കും ഇവർ അറ്റാക്കുകൾ നടത്തുകയും അവിടെ ഇവരുടെ ഹിസ്റ്ററി ഉറങ്ങിക്കിടക്കുകയും ചെയ്യുന്നുണ്ട്. സോ അത്രയും നമ്മളുടെ ഈ ഓഷ്യനിൽ അല്ലെങ്കിൽ കടലിൽ ഏറ്റവും കൂടുതൽ കരുത്ത് കാട്ടിയിട്ടുള്ള ഒരു ടീമാണ് ഈ ചോളന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ ആണോ? നിങ്ങൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോയി കഴിയുമ്പോൾ ഹൈവേയിലൂടെ ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തിരുച്ചിറപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് എത്തും, അല്ലെങ്കിൽ ട്രിച്ചി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് എത്തും. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ട്രിച്ചി? നമ്മുടെ MRF ടയേഴ്സ് ഒക്കെ സ്ഥിതി ചെയ്യുന്ന, അല്ലെങ്കിൽ MRF ടയേഴ്സിന്റെ ഒക്കെ വലിയൊരു ഫാക്ടറി ഒക്കെ അവിടെയുണ്ട്. ട്രിച്ചിയിലെത്തും. ട്രിച്ചിയാണ്, അല്ലെങ്കിൽ ഈ തിരുച്ചിറപ്പള്ളിയാണ് നമ്മുടെ 1-ാം ചോള സാമ്രാജ്യം, സംഘകാലഘട്ടത്തിലെ ചോള സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിട്ട് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഒരു മണിക്കൂർ കൂടി മുന്നോട്ട് പോയി കഴിയുമ്പോൾ, ഒരു 10-200 കിലോമീറ്റർ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഈ തഞ്ചാവൂർ എത്തും. തഞ്ചാവൂരാണ് 2-ാം ചോള സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ ആണോ? തഞ്ചാവൂരാണ് നമ്മുടെ 2-ാം ചോള സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിട്ടുണ്ടായിരുന്നത്. രണ്ട് രാജാക്കന്മാരെ കുറിച്ച് പറഞ്ഞു, രാജരാജ ചോളനും രാജേന്ദ്ര ചോളനും. രാജരാജ ചോളൻ പണിത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമുണ്ട്, ബൃഹദ്വേശ്വര ക്ഷേത്രം ഓഫ് തഞ്ചാവൂർ. തഞ്ചാവൂരിലെ ബൃഹദ്വേശ്വര ക്ഷേത്രം ആരാണ് പണിതത്? രാജരാജ ചോളനാണ്. ഇതൊരു നമ്മളുടെ ഒരു സദേൺ സ്റ്റൈലിൽ പണിതിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണ്. സോ അതിന് നമ്മളുടെ എന്താണ്, ഒരു ഡോംലൈക്ക് സ്ട്രക്ചർ എന്നല്ല, അതിനെ ഒരു ദെൻ ഈ രാജരാജ ചോളന് ഒരു മകനുണ്ട്. അദ്ദേഹം രാജേന്ദ്ര ചോളൻ എന്നാണ് അറിയപ്പെട്ടത്. അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല്
ഇദ്ദേഹം കുറച്ചും കൂടി ഈ രാജ്യം അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്തു. ദെൻ ഇദ്ദേഹത്തിന് ഒരു പേര് വിളിച്ചു, ഗംഗൈ കണ്ട ചോളൻ. ഗംഗൈ കണ്ട ചോളൻ എന്ന് പറയുന്നത് എന്താണ്? ഗംഗയെ കണ്ടു. ആക്ച്വലി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗംഗ വരെ ഒന്നും അദ്ദേഹം പോയിട്ടില്ല എന്ന് പറയുന്നു. ഒരു യാത്ര പോയതിന്റെ ഭാഗമായിട്ടാണ്. ഗംഗ വരെ തമിഴ്നാട് എക്സ്പാൻഡ് ചെയ്തു എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ഗംഗൈ കണ്ട ചോളൻ ഗംഗ വരെ പോയിട്ടുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു, അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്തു എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ്. എക്സ്പാൻഷൻ ഗംഗയുടെ തീരം വരെ ഒന്നും നമ്മളുടെ സദേൺ റീജിയൻ എത്തിയിട്ടില്ല. ഓക്കെ ആണോ? സോ അവിടെ ഒരു വിസിറ്റിന് വേണ്ടിയൊക്കെ പോയിട്ടുണ്ട്. അതായത് നമ്മളുടെ ഒരു യാത്രയുടെ ഭാഗമായിട്ട് ഗംഗയെ വരെയൊക്കെ പോയി, ഗംഗ കടന്നു എന്നൊക്കെ പറയുന്ന ഒരു ഹിസ്റ്ററി കൂടിയുണ്ട്. സോ ഗംഗ വരെ ഒന്നും നമ്മളുടെ തമിഴ്നാട് റീജിയൻ എക്സ്പാൻഡ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ചോളൻ എംപയർ എക്സ്പാൻഡ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കുക. അദ്ദേഹത്തെ വിളിക്കുന്ന പേരാണ് ഗംഗൈ കണ്ട ചോളൻ, രാജേന്ദ്ര ചോളൻ. ഒന്നാമത്തെ ചോളൻ ഏതാണ്? ഒന്നാമത്തെ ചോളനെ കുറിച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ ഒന്നാമത്തെ ചോളനല്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രാജരാജ ചോളനെ കുറിച്ചിട്ടാണ് പൊന്നിയൻ സെൽവൻ എന്ന് പറയുന്ന സിനിമ ഉണ്ടായിരിക്കുന്നത്. അതില് അരുൾമൊഴി എന്ന് പറയുന്ന ഒരു പേര് കൂടി അദ്ദേഹത്തിന് ഉണ്ട്. ദെൻ രാജേന്ദ്ര ചോളനിലേക്ക് വരുമ്പോൾ എന്താണ്? രാജേന്ദ്ര ചോളൻ എന്ന് പറയുമ്പോൾ ഗംഗയെ കണ്ട ചോളൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടം വരെ എക്സ്പാൻഡ് ഒക്കെ ചെയ്തു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ദെൻ വേറൊരു കാര്യം എന്താണ്, ഇദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് തഞ്ചാവൂരിൽ നിന്ന് ഈ ഗംഗൈ കണ്ട ചോളപുരത്തിലേക്ക് അദ്ദേഹത്തിന്റെ തലസ്ഥാനം മാറ്റി. ക്യാപിറ്റല് തഞ്ചാവൂരിൽ നിന്ന് ഗംഗൈ കണ്ട ചോളപുരത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ ആണോ? സോ അവിടെയും ഈ രാജേന്ദ്ര ചോളൻ ഒരു ക്ഷേത്രം പണിതു. അവിടെയും രാജേന്ദ്ര ചോളൻ ഒരു ക്ഷേത്രം പണിതു. അതിന്റെ പേരും ഈ ബൃഹദ്വേശ്വര ക്ഷേത്രം എന്ന് തന്നെയാണ്. അതിന്റെ പേരെന്താണ്? ബൃഹദ്വേശ്വര ക്ഷേത്രം എന്ന് തന്നെയാണ്. സോ മാറിപ്പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ അതിനെ എന്ത് വിളിക്കും? ഗംഗൈ കണ്ട ചോളപുരം ടെമ്പിൾ. നമ്മൾ തഞ്ചാവൂർ ടെമ്പിളിനെ എന്താ വിളിക്കുക? ബൃഹദ്വേശ്വര ടെമ്പിൾ. മറ്റേതിന്റെ പേരും ബൃഹദ്വേശ്വര ടെമ്പിൾ എന്ന് തന്നെയാണ്. പക്ഷെ നമ്മൾ മാറിപ്പോവാതിരിക്കാൻ നമ്മളുടെ ഗംഗൈ കണ്ട ചോളപുരം ടെമ്പിൾ എന്ന് വിളിക്കും. ഓക്കെ ആണോ? ഈ ഗംഗൈ കണ്ട ചോളപുരത്തിലെ ഈ ടെമ്പിളിലാണ് ഇന്നലെ നമ്മളുടെ നരേന്ദ്രമോദിജി വിസിറ്റ് നടത്തിയത്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ടോ? ചാൻസ് ഉണ്ടാവും. സോ ഇതെല്ലാം ഒരു ഷൈവൈറ്റ് ടെമ്പിൾസ് ആണ് കേട്ടോ. ഈ ഗംഗൈ കണ്ട ചോളപുരത്തെ ടെമ്പിൾ ആണെങ്കിലും, അല്ലെങ്കിൽ ബൃഹദ്വേശ്വര ടെമ്പിൾ, പേരിൽ നിന്ന് തന്നെ അറിയാലോ, ബൃഹദ്വേശ്വര എന്ന് പറഞ്ഞാൽ ആരാണ്? ശിവനാണ്. ഇവിടെ നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, ഇവിടെ ഒരു ലോക്കൽ ഹിസ്റ്ററി ഉണ്ട്. അതായത് ഈ രണ്ട് ക്ഷേത്രങ്ങളിലും, അല്ലെങ്കിൽ തഞ്ചാവൂരിലെ ക്ഷേത്രങ്ങളിൽ പെർട്ടിക്കുലർലി കപ്പിൾസ് ആയിട്ടുള്ളവർ, അതായത് ലവേഴ്സ്, കാമുകന്മാര് പോവാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ പോകാം, പക്ഷെ അവര് അവിടെ വെച്ച് പിരിഞ്ഞു പോകുമെന്നാണ് അവിടുത്തെ ലോക്കലി ഉള്ള ഒരു വിശ്വാസം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവൻ ഈ സ്ത്രീയെ കൂടുതലായിട്ട് ആകർഷിക്കുകയും അങ്ങനെ ശിവനിലേക്ക് ഈ പെൺകുട്ടി ലയിച്ച് ചേരുകയും ചെയ്യും എന്നാണ് അവിടെ ഉള്ളവർ വിശ്വസിക്കപ്പെടുന്നത്. സോ കാമുകന്മാര് തമിഴ്നാട്ടിലെ കൾച്ചർ അനുസരിച്ച് ഈ ക്ഷേത്രങ്ങളിൽ ഒരുമിച്ച് പോകാറില്ല. സോ അങ്ങനെ ഒരു ഹിസ്റ്ററി, അല്ലെങ്കിൽ അങ്ങനെ ഒരു മിത്ത്, ഹിസ്റ്ററി അല്ല, അങ്ങനെ ഒരു മിത്ത് അവിടെയുണ്ട്. എന്തിനാ ഞാനിത് പറഞ്ഞേ? UPSC വേണമെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചൂടെ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. Statement 1. The Brihadveshwara temple of Tanjavur is built by Rajendra Cholan. Statement 2. The Brihadveshwara temple of Tanjavur is a Vaishnavite temple. Consider the following statements are correct. Then 1 only, 2 only, both 1 and 2, neither 1 nor 2. ഏതാണ് ആൻസർ? നെയ്തർ 1 nor 2. കാരണം എന്താ? ബൃഹദ്വേശ്വര ടെമ്പിൾ ഒരു ഷൈവൈറ്റ് ടെമ്പിൾ ആണ്. ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ എന്താ പറഞ്ഞേ? കപ്പിൾസ് അങ്ങടേക്ക് പോകാറില്ല, കാമുകന്മാർ അങ്ങടേക്ക് പോകാറില്ല. ദെൻ വേറെ എന്താ? ഇത് രാജേന്ദ്ര ചോളൻ അല്ല പണിതത്, രാജരാജ ചോളന്റെ മകനാണ് ഈ രാജേന്ദ്ര ചോളൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സോ 2 ടെമ്പിളുകളെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചു. ദെൻ വേറെ എന്താണ് നമ്മൾ ഇവിടെ പഠിക്കാനായിട്ടുള്ളത്? ദെൻ ഇവരുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കണം. മുകളിൽ ആദ്യം രാജാവ് ഉണ്ടാവും. ദെൻ മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവിൻസ്. ചോള മണ്ഡലം എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദേൺ റീജിയൻ ആണ്. ദെൻ നാട് എന്ന് പറയുന്നത് ഡിസ്ട്രിക്റ്റിനെയാണ്. ദെൻ വില്ലേജ്. അങ്ങനെ 4 അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചറുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. വില്ലേജുകൾ പലപ്പോഴും ലോക്കൽ സെൽഫ് ഗവേണിംഗ് ബോഡീസ് ആയിട്ടാണ് ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ മേജർ ടെമ്പിൾസ് എല്ലാം കൺസ്ട്രക്ട് ചെയ്യുന്നതും ഇവരുടെ ഒരു പ്രൊമിനൻസ് പീരീഡ് എന്ന് പറയുന്നത് രാജരാജ ചോളന്റെയും രാജേന്ദ്ര ചോളന്റെയും ഒക്കെ കാലഘട്ടങ്ങളിലാണ്. ഇതിനു മുൻപൊക്കെ ആദിത്യ എന്ന് പറഞ്ഞ രാജാക്കന്മാരൊക്കെ ഉണ്ട്. രാജേന്ദ്ര ചോളനും രാജരാജ ചോളനും അല്ല ആദ്യത്തെ കിങ്ങുകൾ. സ്റ്റാർട്ട് ചെയ്തത് ആരാണ്? വിജയലയ എന്ന് പറയുന്ന ആളാണ്. വിജയലയ എന്ന് പറയുന്ന രാജാവാണ്. ദെൻ
രണ്ട് രണ്ട് ടെമ്പിളുകളെ കുറിച്ച് പറഞ്ഞു. ബൃഹദ്വേശ്വര ടെമ്പിൾ, ദെൻ ഗംഗൈകൊണ്ട ചോളപുരം ടെമ്പിൾ, അതും ബൃഹദ്വേശ്വര ക്ഷേത്രം എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ആദ്യം തഞ്ചാവൂരിലുള്ള ക്ഷേത്രം പണിതത് ആരാണ്? രാജ ചോളൻ. രണ്ടാമത്തെ ക്ഷേത്രം പണിതത് രാജേന്ദ്ര ചോളൻ. ഈ രണ്ട് ക്ഷേത്രങ്ങളും യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റില് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ക്ഷേത്രങ്ങളാണ്. ഓക്കെ, ഈ ചോള ഡൈനാസ്റ്റിയിലെ 2 ക്ഷേത്രങ്ങളല്ല, 3 ക്ഷേത്രങ്ങൾ ഇവിടെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മൂന്നാമത്തെ ക്ഷേത്രം ഏതാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മൂന്നാമത്തെ ക്ഷേത്രം ഐരാവതേശ്വര ടെമ്പിൾ എന്ന് പറയുന്ന ഒരു ടെമ്പിൾ ആണ്. ഐരാവതേശ്വര ടെമ്പിൾ കുംഭകോണം അടുത്ത് ധാരാസുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. അതായത് നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ആദ്യം തിരുച്ചിറപ്പള്ളി എത്തും, തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് തഞ്ചാവൂർ എത്തും, തഞ്ചാവൂരിൽ നിന്ന് പട്ടുകൊട്ടൈ എന്ന് പറയുന്ന സ്ഥലത്തെത്തും. ദെൻ അതിനുശേഷം കുറച്ചും കൂടി അതിന്റെ സൈഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എത്തുന്ന ഒരു സ്ഥലമാണ് ഈ കുംഭകോണം എന്ന് പറയുന്നത്. അവിടെ ധാരാസുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ഐരാവതേശ്വര ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഏത് ടെമ്പിളാണ്? ഐരാവതേശ്വര ടെമ്പിൾ. ഐരാവതേശ്വര ടെമ്പിൾ ലേറ്റർ സ്റ്റേജിൽ പണി കഴിക്കപ്പെട്ട ഒരു ടെമ്പിൾ ആണ്. അതിന്റെ ഒരു ശില്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജരാജ 2 എന്ന് പറയും. രാജരാജ 2. ഓക്കെ, സോ കൺഫ്യൂസിംഗ് ചെയ്യാനായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടാനായിട്ട് UPSCക്ക് സാധ്യതയുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഈ 3 ക്ഷേത്രങ്ങളും കൃത്യമായിട്ട് പഠിക്കുക. ചോള ഡൈനാസ്റ്റിയെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലായല്ലോ. എങ്ങനെയാണ് ചോള ഡൈനാസ്റ്റി വന്നത്? 2 ചോള ഡൈനാസ്റ്റി ഉണ്ട്. അതിൽ ആദ്യത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘകാലഘട്ടങ്ങളിൽ ഉണ്ടായതാണ്. അവർ നശിച്ചു പോയിട്ട് ഇമ്പീരിയൽ ചോളാസ് എന്ന് പറയുന്ന രണ്ടാമത്തെ ചോള, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് കൂടുതൽ അറിവുകളുള്ള ചോളന്മാര്. നമ്മുടെ പൊന്നിയൻ സെൽവൻ സിനിമ, മണിരത്നത്തിന്റെ പൊന്നിയൻ സെൽവൻ സിനിമയൊക്കെ ഈ ഒരു ഹിസ്റ്ററിയെ ബേസ് ചെയ്തു, അരുൾമൊഴിയെ ബേസ് ചെയ്തുകൊണ്ടാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ ആണോ? സെക്കൻഡ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ആൻ ഓപ്പൺ എഡിറ്റോറിയൽ ബിറ്റ്വീൻ റഷ്യ ആൻഡ് അഫ്ഗാനിസ്ഥാൻ റിലേഷൻ. റഷ്യയും അഫ്ഗാനിസ്ഥാനുമായിട്ട് കുറച്ച് നാളുകളായിട്ട് പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് അവരുടെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ റഷ്യയുടെ ഹിസ്റ്ററി ആണെങ്കിലും അഫ്ഗാനിസ്ഥാന്റെ ഹിസ്റ്ററിയും നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അവിടെ ഇവർ തമ്മിൽ ചില ക്ലാഷുകൾ ഉണ്ടായിരുന്നു. ഈ അഫ്ഗാനിസ്ഥാൻ റീജിയൻ റഷ്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ചില പ്രദേശങ്ങൾക്ക് നേരിട്ട് ആക്രമണങ്ങൾ നടത്തുകയും ചില ഫണ്ടുകൾ കൊടുക്കുകയും ചെയ്യുന്നു. റഷ്യ അതിനെ കണ്ടം ചെയ്തിട്ട് തിരിച്ച് അറ്റാക്കുകൾ ചെയ്യുകയും, ഈവൻ റഷ്യയുടെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്രീ മോഡേൺ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും അഫ്ഗാനിസ്ഥാൻ പിടിച്ചടക്കാനായിട്ടുള്ള ചില ശ്രമങ്ങളൊക്കെ ഈ റഷ്യ നടത്തിയിട്ടുണ്ട്. സോ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇവര് വലിയ ശത്രുതയിലൊന്നും അല്ല എങ്കിലും പരസ്പരം അത്ര വലിയ നല്ല ബന്ധങ്ങളിലല്ല ഇവര് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ, സോ ഇപ്പൊ ഈ താലിബാൻ വന്നു കഴിഞ്ഞപ്പോ താലിബാനിനെ ആദ്യം അക്സെപ്റ്റ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 1990, 95, 96 കാലഘട്ടങ്ങളിലൊന്നും താലിബാനിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കൂട്ടരായിരുന്നില്ല ആര്? നമ്മളുടെ ഈ റഷ്യൻ മിനിസ്ട്രിയും റഷ്യൻ ഗവൺമെന്റ്സും. അവരോടൊരു റിറ്റാലിയേറ്ററി മനോഭാവമായിരുന്നു ഇവർ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ താലിബാന്റെ 2ാം വരവിൽ, അല്ലെങ്കിൽ അമേരിക്ക താലിബാനിൽ നിന്ന് അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വിട്ടുപോയതിനു ശേഷം മോസ്കോ അല്ലെങ്കിൽ റഷ്യ പ്രത്യേകിച്ച് ഇവരുമായിട്ടൊരു ടൈസിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഈ താലിബാനിനെ അക്സെപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ താലിബാൻ നേതൃത്വം നൽകുന്ന അഫ്ഗാനിസ്ഥാൻ ഗവൺമെന്റിനെ അക്സെപ്റ്റ് ചെയ്യുന്ന 1-2 കൺട്രികളുടെ കൂട്ടത്തിൽ റഷ്യ കൂടി ഇപ്പോ ഉൾപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു അവസരത്തിലാണ് നമ്മളുടെ ഈ മോസ്കോ അല്ലെങ്കിൽ റഷ്യ അഫ്ഗാനിസ്ഥാൻ റിലേഷൻ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് നമുക്ക് നോക്കേണ്ടത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട പ്രോബ്ലം എന്താണ്, ഇതിൽ ഇന്ത്യയുടെ എന്താണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, സോ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 1996 മുതൽ റഷ്യ അപ്പോസ് ദ ഫസ്റ്റ് താലിബാൻ റെജീം. 96 കാലഘട്ടങ്ങളിലാണ് ഈ താലിബാൻ അഫ്ഗാനിസ്ഥാനിലെ അധികാരത്തിലേക്ക് വരുന്നത്. അതിനുശേഷം അമേരിക്കയിൽ 9/11 അറ്റാക്കുകൾ നടക്കുന്നു. ട്വിൻ ടവറിന്റെ മീതെ ടെററിസ്റ്റുകൾ വിമാനം ഇടിച്ചിറക്കുകയും അവിടെ വൻ നാശനഷ്ടങ്ങളും മരണങ്ങളും ഉണ്ടാക്കുകയും ചെയ്യുന്ന അമേരിക്കൻ ഹിസ്റ്ററിയിലെ കറുത്ത അധ്യായം രചിക്കപ്പെടുകയാണ്. ഇതിനുശേഷം 2003 ശേഷമാണ് അമേരിക്ക വേൾഡിലെ ടെററിസം എൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. അതായത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ടെററിസം നിന്ന് കഴിഞ്ഞാൽ ലോക സമാധാനത്തിന് ആപത്താണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എന്ന് ക്രിയേറ്റ് ചെയ്തതാണ്? 96 കാലഘട്ടങ്ങളിലൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു സംഘടനയാണ്. അതിനുശേഷം ഇത് മണി ലോണ്ടറിങ്ങിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പണം എന്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ലോണ്ടർ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു സംഘടന. ഇത്
നമ്മളുടെ ടെററിസ്റ്റ് ഫിനാൻസ് കൂടി ഏറ്റെടുക്കുന്നത് ഈ 9/11 അറ്റാക്കിന് ശേഷമാണ് എന്ന് ഞാൻ പറഞ്ഞു. 9/11 അറ്റാക്കിന് ശേഷമാണ് നമ്മുടെ ഈ ടെറർ ഫിനാൻസിനും കൂടിയിട്ട് ഏറ്റെടുക്കുന്നത്. അതുപോലെ അമേരിക്കൻ നയിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു യുദ്ധമായിരുന്നു, അല്ലെങ്കിൽ യുദ്ധമല്ല, ടെററിസം അവസാനിപ്പിക്കാനുള്ള ഒരു പ്രക്രിയയായിരുന്നു അഫ്ഗാനിസ്ഥാനിലെ താലിബാനെ തുടച്ചു നീക്കുക. അതിനുശേഷം 2003 മുതൽ 2003-4 കാലഘട്ടങ്ങൾ മുതൽ 2019-20 കാലഘട്ടം വരെ അമേരിക്കയുടെ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്നു. ടെററിസം തുടച്ചു നീക്കുക എന്നുള്ളതായിരുന്നു ഇവന്മാരുടെ ഉദ്ദേശം. അതിനുശേഷം ഈ COVID-19 കാലഘട്ടങ്ങൾക്കൊക്കെ ഇടയിലാണ് പെട്ടെന്ന് ഒരു ദിവസം അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പെട്ടെന്ന് പടിയിറങ്ങുന്നത്. വീണ്ടും താലിബാന്റെ കരങ്ങളിലേക്ക് തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് അമേരിക്ക എവിടെ നിന്ന് തിരിച്ചിറങ്ങുന്നത്? അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് തിരിച്ചിറങ്ങുന്നത്. ഇവിടെ ഞാൻ ഓർത്തപ്പോ ഒരു ചോദ്യം ചോദിക്കട്ടെ. അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇന്ത്യ അതിർത്തി പങ്കിടുന്നുണ്ടോ ഇല്ലയോ? അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇന്ത്യ അതിർത്തി പങ്കിടുന്നുണ്ടോ? ഇന്ത്യ അതിർത്തി പങ്കെടുക്കുന്നുണ്ട്. അതായത് അഫ്ഗാനിസ്ഥാന്റെ ഒരു ചെറിയ പാർട്ട് നമ്മളുടെ പാക് ഒക്യുപ്പൈഡ് കാശ്മീരുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. സോ ഇന്ത്യയുടെ ഒരു അതിർത്തി രാജ്യം കൂടിയാണ് നമ്മളുടെ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത്. ഇന്ത്യ നമ്മളുടെ അഫ്ഗാനിസ്ഥാന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും, ദെൻ എക്കോണമിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും, ലൈൻ ഓഫ് ക്രെഡിറ്റ് ആണെങ്കിലും, അങ്ങനെ ഡിഫറെന്റ് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ അഫ്ഗാനിസ്ഥാന്റെ പാർലമെന്റ് മന്ദിരം നമ്മളുടെ പേയ്മെന്റ് കൊടുത്തിട്ടാണ് അവരത് പണിത് കൊടുത്തത് ഇന്ത്യയാണ്. മോദിജിയാണ് അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോയത്. 2015 എന്തോ ആണ് 14-15 കാലഘട്ടങ്ങളിലാണ് നമ്മളുടെ അഫ്ഗാനിസ്ഥാന്റെ പാർലമെന്റ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നത്. ഓക്കെ, സോ അത്രയും കണക്ഷൻസ് ഉള്ള ഒരു കൺട്രിയാണ് അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 2019-20 കാലഘട്ടങ്ങളിൽ എന്താ സംഭവിച്ചത്? നമ്മളുടെ ടെററിസം തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് പ്രതിജ്ഞാബദ്ധരായിട്ടുള്ള അമേരിക്ക വീണ്ടും താലിബാന്റെ കൈകളിൽ അഫ്ഗാനിസ്ഥാനെ ഏൽപ്പിച്ചുകൊണ്ട് തിരിച്ച് മടങ്ങിപ്പോയി, ഓടിപ്പോവുകയാണ്. അവരുടെ യുദ്ധവിമാനങ്ങൾ അടക്കമുള്ള സാധനങ്ങൾ അവിടെ ഇട്ടുകൊണ്ട് നശിപ്പിച്ചിട്ടാണ് ഇട്ടത്. എന്നിട്ട് ഇവരൊരു ഫ്ലൈറ്റ് എടുത്തുകൊണ്ട് എങ്ങടേക്ക് പോയി? തിരിച്ച് USA പോയി. അന്ന് നിങ്ങൾ ചിലപ്പോൾ പത്രം വായിച്ചിട്ടുണ്ടെങ്കിലൊക്കെ കാണാൻ പറ്റുമായിരിക്കും, ഒരുപാട് ആളുകൾ അവസാനമായിട്ടുള്ള വിമാനത്തിന്റെ ടയറിൽ തൂങ്ങിയിട്ട് അമേരിക്കയിലേക്ക് പോകാനായിട്ടുള്ള ശ്രമങ്ങൾ വരെ നടത്തി. കാരണം താലിബാന്റെ കറുത്ത അധ്യായങ്ങളിലേക്ക് തിരിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്ന അങ്ങനെ കറുത്ത അധ്യായങ്ങൾ, അതായത് ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ടും ഫ്രീഡത്തിന് വേണ്ടിയിട്ടും നിലകൊള്ളാത്ത കുറച്ച് ഓർത്തഡോക്സ് ആയിട്ടുള്ള ആളുകൾ അടങ്ങുന്ന ഒരു കൂട്ടമാണ്. തീവ്രവാദ സംഘങ്ങൾ തന്നെയായിരുന്നു 96 മുതൽ 2020 വരെ. ഇപ്പോഴും തീവ്രവാദ സംഘങ്ങൾ തന്നെയാണ് ഈ താലിബാൻ അടക്കമുള്ള ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ ആണോ? ദെൻ അപ്പോ നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ആരുടെ ബന്ധമാണ്? റഷ്യയുടെ ബന്ധമാണ്. റഷ്യയുടെ ബന്ധം അത്ര സ്ട്രോങ് ഒന്നും ആയിരുന്നില്ല. റഷ്യയും ഈ കാലഘട്ടങ്ങളിൽ മൊത്തം ആരെ ക്രിട്ടിസൈസ് ചെയ്യുകയായിരുന്നു? താലിബാന്റെ ഫസ്റ്റ് റെജീമിനെ ക്രിട്ടിസൈസ് ചെയ്തു. ദെൻ 2003 ആയപ്പോഴേക്കും താലിബാനെ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയിട്ട് റഷ്യ കണക്ക് കൂട്ടി. ദെൻ 2010 കഴിഞ്ഞപ്പോഴേക്കും ചെറിയൊരു അൺഒഫീഷ്യൽ കണക്ഷൻസ് ഒക്കെ താലിബാനുമായിട്ട് നടത്തി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക 2010 മുതലേ താലിബാനിൽ നിന്ന് അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിന്തിരിയാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ആ ഒരു ടൈമിൽ റഷ്യ താലിബാനുമായിട്ടുള്ള ചില കണക്ഷൻസുകളൊക്കെ വരുത്താനായിട്ട് തുടങ്ങി. റഷ്യയുടെ ശത്രുതയ്ക്ക് അല്ലെങ്കിൽ റഷ്യയുടെ എതിർപ്പിന് കാരണം എന്തായിരുന്നു? അവരുടെ ടെറിട്ടോറിയൽ റീസൺസ് ചിലതുണ്ട്. ദെൻ അത് കൂടാണ്ട് ഹിസ്റ്റോറിക്കലി ഗ്രേറ്റർ റഷ്യയുടെ ഒരു എയിം ആയിരുന്നു അഫ്ഗാനിസ്ഥാൻ കൂടി പിടിച്ചടക്കുക എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, നമ്മളുടെ വാട്ടർലൂ മസാക്കർ, നമ്മളുടെ നെപ്പോളിയൻ ഒരു പക്ഷേ ഇന്ത്യയിലേക്ക് കൂടി വന്നേക്കാം എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. റഷ്യ പിടിച്ചടക്കി, ദെൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചടക്കി ഇന്ത്യയിലേക്ക് വരാം എന്നുള്ളൊരു എയിമൊക്കെ നമ്മളുടെ നെപ്പോളിയനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ റഷ്യ പിടിച്ചടക്കാനായിട്ട് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് കഴിഞ്ഞില്ല. റഷ്യയെ ആരും അധികകാലം പിടിച്ചടക്കാനായിട്ടുള്ള ശ്രമം നടത്തിയിട്ടില്ല. കാരണം എന്താണ്? അതിശൈത്യമാണ്. റഷ്യയുടെ ഒരറ്റത്ത് നിന്ന് അപ്പുറത്തെ അറ്റത്തേക്ക് പിടിച്ചടക്കി വരുമ്പോഴേക്കും മഞ്ഞുകാലം തുടങ്ങും. രണ്ടുപേരും നടത്തിയിട്ടുണ്ട്. ഒന്ന് നെപ്പോളിയനാണ്, രണ്ട് ഹിറ്റ്ലറാണ്. ഹിറ്റ്ലറും തോറ്റു, നെപ്പോളിയനും തോറ്റു. ഓക്കെ, വേൾഡ് ഹിസ്റ്ററിയിലേക്ക് കയറിപ്പോയി. ദെൻ നമ്മളിപ്പോൾ പറഞ്ഞത് റഷ്യയുടെ കാര്യമാണ്. റഷ്യ അഫ്ഗാനിസ്ഥാൻ പിടിച്ചടക്കാനായിട്ടുള്ള ശ്രമങ്ങൾ മുന്നേയും നടത്തിയിട്ടുണ്ട്. ദെൻ ഇപ്പോ എന്താ പ്രശ്നം? ഇപ്പൊ ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല്
അഫ്ഗാനിസ്ഥാന്റെ ഈ താലിബാന്റെ ടെററിസ്റ്റ് ഡെസിഗ്നേഷൻ അങ്ങോട്ട് എടുത്തു മാറ്റി താലിബാനുമായിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് റിലേഷനുകൾ തുറന്നു. ഒരു ഹൈ കമ്മീഷണർ എന്ന് പറയാൻ പറ്റില്ല, ടോപ്പ് ചീഫ് ഒഫീഷ്യലിനെ അവർക്ക് കൊടുത്തു. സോ അങ്ങനെ ഒരു ഡിപ്ലോമാറ്റിക് ടൈസ് ആര് തുടങ്ങി? റഷ്യയും നമ്മളുടെ ആരും തുടങ്ങി? താലിബാനും പെർട്ടിക്കുലർലി അഫ്ഗാനിസ്ഥാനും തുടങ്ങി. സോ ദാറ്റ് ക്രിയേറ്റ്സ് എ പ്രോബ്ലം ഫോർ ഇന്ത്യ. എങ്ങനെയാണ് ഇന്ത്യക്ക് ഇത് പ്രോബ്ലം ആവുന്നത്? ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമായിട്ട് നല്ല ബന്ധങ്ങളാണ്. ഇന്ത്യയെ ഈ ടെററിസ്റ്റ് ഓർഗനൈസേഷനെ എതിർക്കുന്ന ഒരു കൺട്രി കൂടിയാണ് ഇന്ത്യ. ഈ ടെറർ ഫിനാൻസിങ്ങും ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ഈവൻ താലിബാനെയൊക്കെ നിശിതമായിട്ട് വിമർശിക്കുന്ന ഒരു കൺട്രീസിൽ ഒന്നാണ് ഇന്ത്യ. ഇന്ത്യ മാത്രമല്ല, ലോകരാജ്യങ്ങളിൽ ബഹുഭൂരിപക്ഷം രാജ്യങ്ങളും താലിബാൻ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണെന്നും ടെറർ ഓർഗനൈസേഷനായിട്ട് കൺസൈൻ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കൺട്രി കൂടിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ദെൻ 2020 കാലഘട്ടങ്ങളിൽ അമേരിക്ക റഷ്യയിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പോയല്ലോ. സോ ദാറ്റ് ക്രിയേറ്റ്സ് എ വാക്വം. ഇനി നമ്മളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇന്ത്യയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അഫ്ഗാനിസ്ഥാനിനെ അക്സെപ്റ്റ് ചെയ്യണം. താലിബാൻ ഭരണത്തിൽ നിൽക്കുന്ന അഫ്ഗാനിസ്ഥാനിനെ അക്സെപ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളതാണ് നമ്മളുടെ മേജർ പ്രോബ്ലം. കാരണം എന്താണ്? താലിബാനെ അക്സെപ്റ്റ് ചെയ്താൽ എന്ത് പറ്റും? നമ്മൾ ടെററിസ്റ്റ് ഓർഗനൈസേഷനുകളെ അക്സെപ്റ്റ് ചെയ്യുന്നതിന് തുല്യമായിട്ട് മാറും. കൗണ്ടർ ടെററിസം ആക്ടിവിറ്റീസ് ഒക്കെ നടത്തുന്ന ഇന്ത്യ താലിബാനിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് പോലെയാണ്. അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ചൈന അവിടെ കയറി നമ്മളുടെ അഫ്ഗാനിസ്ഥാനുമായിട്ട് സൗഹൃദം പങ്കിടും. ചൈന അവിടെ കയറിയിട്ട് അഫ്ഗാനിസ്ഥാനുമായിട്ട് സൗഹൃദം പങ്കിടും. സോ ദാറ്റ് ക്രിയേറ്റ്സ് എ പ്രോബ്ലം. നമ്മളുടെ എല്ലാ ദിവസവും ഞാൻ പറയാറുണ്ട്, ഇന്റർനാഷണൽ റിലേഷൻ പറയുമ്പോൾ നമ്മളുടെ സുഹൃത്തുക്കളെ നമുക്ക് തിരഞ്ഞെടുക്കാം, നമ്മളുടെ അയൽക്കാരെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പാടില്ല. സോ അഫ്ഗാനിസ്ഥാൻ നമ്മളുടെ അയൽക്കാരനായി, നോർമലി നമ്മളുടെ അയൽക്കാരനാണ്. അയാൾ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് നമുക്കൊരു വിഷയമേ അല്ല. നമ്മളുടെ നന്മയ്ക്ക് വേണ്ടി അവരുമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കുക. സോ ഇതായിരുന്നു 2020 മുതലുള്ള നമ്മളുടെ സംശയം. അഫ്ഗാനിസ്ഥാനുമായിട്ട് ജോയിൻ ചെയ്യണോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കണമോ വേണ്ടയോ എന്നുള്ളത്. സോ ലോകരാജ്യങ്ങൾക്ക്, പല രാജ്യങ്ങൾക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോ റഷ്യ എന്ത് ചെയ്തു? റഷ്യ അവരുടെ ഡിപ്ലോമാറ്റിക് റിലേഷൻസുകൾ ഓപ്പൺ ആക്കി. സോ പല ഇന്റർനാഷണൽ റിലേഷൻസുമായിട്ടുള്ള വിദഗ്ധരും പറയുന്നത് ഇനി നമ്മൾ കൈകെട്ടി നോക്കിയിരിക്കേണ്ട കാര്യമില്ല. കാരണം ഇപ്പൊ നമ്മൾ ആക്ട് ചെയ്തില്ലെങ്കിൽ, നമ്മളുടെ ഒരു നെയ്ബർ കൺട്രിയാണ്, നമ്മൾ ഇവിടെ ആക്ട് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ചൈന അടക്കമുള്ള വൻകിട ശക്തികൾ ഇവർക്ക് ഫണ്ടുകൾ കൊടുക്കുകയും ഇവരെ വശത്താക്കുകയും ചെയ്യും. സോ ദാറ്റ് ക്രിയേറ്റ്സ് എ പ്രോബ്ലം ഫോർ ഇന്ത്യ. സോ അങ്ങനെ നടക്കാതിരിക്കട്ടെ. ഇതിന് വ്യക്തമായിട്ടുള്ള ഉത്തരം, കാരണം ഒരു രണ്ട് ഡയലമയിലാണ് ഇത് നിൽക്കുന്നത്. സോ ദാറ്റ് ക്രിയേറ്റ്സ് എ പ്രോബ്ലം ഹിയർ. അപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് റഷ്യയുടെയും അഫ്ഗാനിസ്ഥാന്റെയും റിലേഷൻ വരുന്നത്, ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു, അതെങ്ങനെയാണ് വേഴ്സ് ആയത് എന്നുള്ളതെല്ലാം മനസ്സിലായല്ലോ. അഫ്ഗാനിസ്ഥാന്റെ ഒരു ഹിസ്റ്ററി, ചെറിയൊരു ഹിസ്റ്ററിയാണ് താലിബാന്റെ കാലം മുതൽ. അതായത് 1996 ആദ്യം ആയിട്ട് അവിടെ താലിബാൻ ഭരണം വരുന്നത്. സോ ആ ഒരു കാലഘട്ടം മുതൽ ഇപ്പൊ വരെയുള്ള ഒരു ചരിത്രം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, നമുക്ക് തേർഡ് ആർട്ടിക്കിളിലേക്ക് പോകാം. തേർഡ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ഗ്ലേഷ്യർ ലേക്ക് ഔട്ട്ബേഴ്സ്റ്റ് ഫ്ലഡ്, അല്ലെങ്കിൽ ഗ്ലോഫ് എന്ന് പറയും, GLOFs. എന്താണ് ഈ ഗ്ലേഷ്യർ ലേക്ക് ഔട്ട്ബേഴ്സ്റ്റ് ഫ്ലഡ്? ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഹൗ ഈസ് ഇന്ത്യ പ്രിപ്പയറിംഗ് അഗെയിൻസ്റ്റ് ഗ്ലോഫ് എന്നാണ്. ഈ ഗ്ലോഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഈ ഹിമാലയൻ റീജിയനുകൾ അല്ലെങ്കിൽ ഗ്ലേഷ്യേഴ്സ് ഉള്ള സ്ഥലങ്ങളിൽ, ഗ്ലേഷ്യേഴ്സ് ഉള്ള ഉയർന്ന സ്ഥലങ്ങളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആണ്. ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതെന്ന് നോക്കാം. ഇവിടെ നോക്കി, അതായത് നിങ്ങളൊരു ഉയർന്ന പ്രദേശം, ഹിമാലയത്തിന്റെ ഒരു ഉയർന്ന പ്രദേശം, അവിടെ താഴ്വാരങ്ങൾ ഉണ്ടാകുമല്ലോ, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഗർത്തങ്ങൾ ഉണ്ടാകുമല്ലോ. മഞ്ഞുരുകി കഴിയുമ്പോൾ ഈ ഗർത്തങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ താഴ്വാരങ്ങളുടെ ചെറിയ പ്രദേശങ്ങളിലേക്ക് വെള്ളം വരും. മഞ്ഞുരുകിയ വെള്ളം അവിടെ കെട്ടിക്കിടക്കും. അങ്ങനെ അതൊരു ചെറിയ ലേക്കായിട്ട് മാറും, തടാകമായിട്ട് മാറും. ചെറിയ തടാകങ്ങളിൽ നമ്മുടെ നാട്ടിലുള്ള തടാകത്തിൽ ഇറങ്ങി കുളിക്കുന്ന പോലെ ഇറങ്ങി കുളിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ തടാകങ്ങൾ, അവിടെ പോയിട്ടൊന്നും കുളിക്കരുത് കേട്ടോ. കുളിക്കാൻ പറ്റുന്ന തടാകങ്ങളല്ല, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. കുളിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ തടാകങ്ങൾ, കുഞ്ഞു തടാകങ്ങളായിട്ട് അത് മാറും. ദെൻ സമ്മർ സീസൺ ആകുമ്പോൾ എന്ത് സംഭവിക്കും? അതായത് മഞ്ഞുരുകുന്ന കാലഘട്ടമാകുമ്പോൾ ഈ തടാകങ്ങളിലേക്ക് കൂടുതൽ വെള്ളം ഒഴുകിയെത്തും. മഞ്ഞുകളിൽ നിന്ന് ഈ തടാകങ്ങളിലേക്ക് കൂടുതൽ വെള്ളം ഒഴുകിയെത്തും. കൂടുതൽ വെള്ളം ഒഴുകിയെത്തി ഇതിന് ഈ തടാകങ്ങളുടെ ബാരിയേഴ്സിന്
കപ്പാസിറ്റിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തതിലധികം വെള്ളം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബാരിയേഴ്സ് പൊട്ടിയിട്ട് പെട്ടെന്ന് ഒരു ഫ്ലഡ് ആയിട്ട് മുകളിൽ നിന്ന് വീഴും. ഓക്കെ, സോ ഇതിന് താഴെ താമസിക്കുന്ന, ഹിമാലയത്തിന് താഴെ താമസിക്കുന്ന, വാലിയിൽ താമസിക്കുന്ന ഗ്രാമങ്ങളിലും പെട്ടെന്നൊരു ഫ്ലഡ് വരും. അതായത് മഴ പോലും ഇല്ലാതെ പെട്ടെന്നൊരു ഫ്ലഡ് വരും. പിന്നെ വേറെ എങ്ങനെയൊക്കെ രീതിയിൽ സംഭവിക്കാം? അതായത് നമ്മളുടെ തലയിൽ, ഹിമാലയത്തിന്റെ താഴെ താമസിക്കുന്ന ഒരാളുടെ തലയുടെ മീതെ ഒരു ജല ബോംബ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതിന് തുല്യമാണ്. സോ ദീസ് ആർ ദ ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേഴ്സ്റ്റ് ഫ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എങ്ങനെയാണ് ഇത് മനസ്സിലാകുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത് മനസ്സിലായല്ലോ. ദെൻ ഇങ്ങനെയുള്ള ലേക്കുകൾ പല സ്ഥലത്തും ഉണ്ട്. അതായത് ഇന്ത്യ കറന്റ് 95 ലേക്കുകളോളം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അറൌണ്ട് ഒരു 195ഓളം ലേക്കുകളെ പെർട്ടിക്കുലർലി ലിസ്റ്റ് ചെയ്യുകയും അതിനെ നമ്മൾ മോണിറ്റർ ചെയ്യുകയും ചെയ്യാറുണ്ട്. അതിലേക്ക് നമുക്ക് വരാം, ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനിലേക്ക് വരുമ്പോൾ നമുക്ക് വരാം. അപ്പോൾ എങ്ങനെയാണ് ഈ ലേക്കുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതെന്ന് മനസ്സിലായല്ലോ. ദെൻ പെട്ടെന്ന് അവിടെ ഒരു എർത്ത് ക്വേക്കുകൾ ഉണ്ടാകുകയാണ്. ഇത് പൊട്ടി വീണ്ടും അവിടെ ഒരു ഫ്ലഡ് സംഭവിക്കാം, അല്ലെങ്കിൽ കൂടുതൽ വെള്ളം വരികയാണ്. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഇത് പൊട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ഇതൊരു നാച്ചുറൽ ഡിസാസ്റ്റർ ആണ്, അല്ലെങ്കിൽ ഒരു എൻവിറോൺമെന്റൽ ഡിസാസ്റ്റർ ആണ് ഈ ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേഴ്സ്റ്റ് ഫ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനൊരു പ്രശ്നമുണ്ട്, കാരണം ഇത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പാടാണ്, എത്ര എണ്ണം ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഏർലി അലാം സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്യപ്പെടാനായിട്ട് ഇത് പാടാണ്, കണ്ടുപിടിക്കാനായിട്ട് ഒരു പാടുള്ള സ്ഥലമാണ്. സോ എന്താണ് ഇതിന്റെ ഡെഫിനിഷൻ? എ കാസ്ട്രോഫിക് ഫ്ലഡ് ഒക്യൂറിംഗ് വെൻ എ ഡാം കണ്ടെയ്നിങ് എ ഗ്ലേഷ്യൽ ലേക്ക് ഫെയിൽസ്. അതായത് ഡാം എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ പണിത് വെക്കുന്ന മുല്ലപ്പെരിയാർ ഡാം പോലെ പണിത് വെക്കുന്നതല്ല. അവിടെയുള്ള നാച്ചുറൽ ബാരിയേഴ്സ് ഒരു ഡാം ആയിട്ട് പ്രവർത്തിക്കുകയാണ്. അതിന്റെ സ്ട്രക്ചറിന് കേടുപാടുകൾ പറ്റുകയും, അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചറിന് ഉൾക്കൊള്ളാവുന്നതിൽ അധികം വെള്ളം വരികയും ചെയ്യുമ്പോൾ ഈ വെള്ളം പുറത്തേക്ക് വിടും. അതെങ്ങടേക്ക് ഒഴുകും? ഗംഗാ നദിയിലേക്ക് ഒഴുകും. അതുപോലെയുള്ള ചെറിയ ചെറിയ നദികളിലേക്ക് ഒഴുകും. ഗംഗാ നദിയിലേക്കല്ല, അതുപോലെയുള്ള ചെറിയ ചെറിയ നദികളിലേക്ക് ഒഴുകുകയും പെട്ടെന്ന് ഒരു ഫ്ലഡ് വരും. അതായത് മഴയില്ല, വേറെ ഒരു പ്രശ്നവുമില്ല, പക്ഷെ പെട്ടെന്ന് അവരുടെ അരുവിയിലേക്ക് ഫ്ലഡ് വരികയും തീരത്തുള്ള എല്ലാ നമ്മളുടെ തീരത്തോട് ചേർന്ന് കിടക്കുന്ന എല്ലാ സ്ഥലങ്ങളും ഈ ഫ്ലഡിൽ മുങ്ങിപ്പോവുകയും ചെയ്യും. സോ ദാറ്റ് ക്രിയേറ്റ്സ് എ ഹ്യൂജ് പ്രോബ്ലം. മനസ്സിലാവുന്നുണ്ടോ? സോ എങ്ങനെയൊക്കെയാണ് ഈ ഫ്ലഡുകൾ വരാനായിട്ടുള്ള കാരണം? ഗ്ലേഷ്യേഴ്സിന്റെ വോളിയം ചേഞ്ച് ചെയ്യുമ്പോൾ, ദെൻ ഫ്ലക്ച്വേഷൻസ് ഇൻ ലേക്ക് വാട്ടർ ഞാൻ പറഞ്ഞു, ദെൻ എർത്ത് ക്വേക്ക് ഞാൻ പറഞ്ഞു, സിസ്മിക് ആക്ടിവിറ്റി, ഗ്ലേഷ്യൽ റിട്രീറ്റ് ഡ്യൂ ടു ക്ലൈമറ്റ് ചേഞ്ച്. ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനെ 4 കാര്യങ്ങൾ, പ്രധാനമായിട്ടും 4 കാര്യങ്ങൾ. ഇതെല്ലാം നമുക്ക് ഓർത്തെടുത്ത് കഴിഞ്ഞാൽ മനസ്സിലാവില്ലേ എന്താണ് ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേഴ്സ്റ്റ് ഫ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാവും. ദെൻ ഇന്ത്യയുടെ ഇതില് എങ്ങനെ തടയും എന്നുള്ളതാണ്, ഇന്ത്യ ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ആരാണ് മാനേജ് ചെയ്യുന്നത്? നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എല്ലാം മാനേജ് ചെയ്യുന്നത് ആരാണ്? നാച്ചുറൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. നാച്ചുറൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ അണ്ടറിൽ ഫോം ചെയ്ത നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അതോറിറ്റി ആണ് ഇത് എന്ത് ചെയ്യുന്നത്? തടയുന്നത്. ഇതിനെ എങ്ങനെ തടയാം? ഞാൻ പറഞ്ഞു, ഏർലി വാർണിംഗ് സിസ്റ്റങ്ങളൊന്നും അത്ര വലുതായിട്ട് പോസിബിൾ അല്ല. നമുക്ക് ടെക്നോളജിയെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യം. എങ്ങനെയാണ് ടെക്നോളജിയെ യൂസ് ചെയ്യുക? എങ്ങനെ ടെക്നോളജിയെ യൂസ് ചെയ്തുകൊണ്ട് ഇതിനെ തടയാനായിട്ട് സാധിക്കും? നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സാറ്റലൈറ്റ് ലോഞ്ചിനെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? നിസാർ സാറ്റലൈറ്റ്, നാസ ISRO സിന്തറ്റിക് അപ്പാർച്ചർ റഡാർ. സിന്തറ്റിക് അപ്പാർച്ചർ റഡാർ. ചോദ്യം ചോദിക്കട്ടെ, ഏത് ഓർബിറ്റിലേക്ക്? ലോ എർത്ത് ഓർബിറ്റിലേക്കാണ് വിടുന്നതെന്ന് പഠിച്ചല്ലോ. എന്താണ് അതിന്റെ ഉദ്ദേശം ഉണ്ടായിരുന്നത്? ദെൻ എർത്തിന്റെ ക്രസ്റ്റിനെ കുറിച്ചിട്ട് മനസ്സിലാക്കുക. ഓക്കെ, സോ അങ്ങനെയുള്ള റഡാറുകളെ കുറിച്ചിട്ട് ഈ ഹിമാലയൻ റീജിയൻ ഒക്കെ പഠിച്ചിട്ട് അവിടെയുള്ള ഗ്ലേഷ്യൽ ലേക്സിന്റെ ഒരു പൂർണ്ണ രൂപം നമുക്ക് കിട്ടണം. സോ അങ്ങനെയാണ് നമുക്ക് ടെക്നോളജിയെ യൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ് സിന്തറ്റിക് അപ്പാർച്ചർ റഡാർ ഇമേജിനറി ആൻഡ് സെൻസർ ബേസ്ഡ് മോണിറ്ററിംഗ് സിസ്റ്റം. അങ്ങനെയുള്ള ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുക? ഇങ്ങനെയുള്ള ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേഴ്സ്റ്റ് ഫ്ലഡുകളെ തടയാനായിട്ട് സാധിക്കുക. 2013 മുതൽ ഇത് ഹ്യൂജ് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഉത്തരാഖണ്ഡ് അടക്കമുള്ള റീജിയനുകളിൽ ഇത് ഹ്യൂജ് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം തലയുടെ മുകളിൽ നിന്നിട്ടുള്ള ഒരു ബോംബാണ്. എപ്പ പൊട്ടും, എന്താ സംഭവിക്കുക എന്ന് ആർക്കും പറയാനായിട്ട് പറ്റില്ല. വെള്ളം കൂടിയാലും പ്രശ്നമാണ്, വെള്ളം കുറഞ്ഞാലും പ്രശ്നമാണ്. ദെൻ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറുകളിൽ ചില കാര്യങ്ങൾ ചെയ്യാം. യൂണിഫോം കൺസ്ട്രക്ഷൻ കോഡുകൾ ക്രിയേറ്റ് ചെയ്യാം. ദെൻ ഫ്ലഡ് റെസിസ്റ്റന്റ് ഏരിയാസ്, അതായത് അരുവി ഒഴുകി പോകുന്ന സ്ഥലങ്ങൾ, റിവർ ബെഡുകളെല്ലാം ക്ലീൻ ചെയ്തതിനു ശേഷം അരുവിക്ക് കൂടുതൽ ഒഴുകാനായിട്ടുള്ള ഒരു സ്ഥലം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക.
ദെൻ എന്താണ് ഏർലി റെസ്പോൺസ് ടീമുകളെ ക്രിയേറ്റ് ചെയ്യുക, അതായത് അവിടെയുള്ള ആളുകളെയൊക്കെ ഇതിനെ കുറിച്ചിട്ട് അവയർനെസ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ ഫോം ചെയ്യുക. ദെൻ നമ്മളുടെ ക്ലൈമറ്റ് ചേഞ്ചുകൾ ഉണ്ടാകുന്നത് പരമാവധി കുറയ്ക്കുക, വിച്ച് മീൻസ് നമ്മളുടെ ഗ്ലോബൽ വാർമിങ്ങുകൾ കുറയ്ക്കുക. ദെൻ ചൂട് കൂടുന്നത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്ലേഷ്യേഴ്സ് അങ്ങനെ തന്നെ നിൽക്കുമല്ലോ, അപ്പോൾ അതും ഇത് കുറയ്ക്കാനായിട്ടുള്ളൊരു സാധ്യത ഉണ്ടാക്കും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കുക. ഞാൻ പറഞ്ഞു ഏർലി വാർണിംഗ് സിസ്റ്റം ഒരു എർത്ത് ക്വേക്ക് പോലെയാണ്. എർത്ത് ക്വേക്ക് എപ്പോൾ സംഭവിക്കുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അതുപോലെ ഇത് എപ്പോൾ പൊട്ടും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഇതിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യുക, ഏറ്റവും കൂടുതൽ ഡിസ്ട്രക്ഷൻസ് സാധ്യതയുള്ള സ്ഥലങ്ങൾ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, ഏർലി വാർണിംഗുകൾ കൊടുക്കുക, ദെൻ സാധാരണക്കാരെ ഇതിന് അവെയർ ചെയ്യുക, അവർക്ക് ഒരു റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ ബിൽഡ് ചെയ്യുക, അവരുടെ അറിവുള്ളവരാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ദെൻ വേറെ എന്താണ്, ടെക്നോളജി യൂസ് ചെയ്യുക. ടെക്നോളജിയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നമുക്ക് അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യം. ഇനി നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് പോകാം. അടുത്ത ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു തായ്ലാന്റ് ആൻഡ് കംബോഡിയ ബോർഡർ കോൺഫ്ലിക്റ്റ്. ഇത് കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ ശനി, ഞായർ, വെള്ളി ദിവസങ്ങളിലെ പത്രങ്ങളിൽ ന്യൂസിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഞാൻ അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴേക്കും ഇവിടെ സീസ് ഫയർ വിളിച്ചു. ഇന്ന് ഡിസ്കസ് ചെയ്യാം, ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് പറഞ്ഞപ്പോഴേക്കും അവര് ബോർഡേഴ്സ് ട്രംപ് ഇടപെട്ട്, നമ്മളുടെ ലോക സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ട്രംപ് ഇടപെട്ടിട്ട് എന്ത് ചെയ്തു, സീസ് ഫയർ എഗ്രിമെന്റ്, സീസ് ഫയർ ടോക്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇനി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് നമുക്ക് വിചാരിക്കാം. എന്നാലും നമുക്ക് ഈ ഒരു ന്യൂസ് ഡിസ്കസ് ചെയ്തു പോകണം. ജോഗ്രഫി റിലേറ്റഡ് ആയിട്ട് ഇന്റർനാഷണൽ ജോഗ്രഫിയിലെ ചില പ്ലേസസ് ഇൻ ന്യൂസുകൾ ഇടക്കിടക്ക് നമ്മളുടെ UPSC ചോദിക്കുന്ന ഒരു കാര്യമാണ്. സോ നമുക്ക് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ട് പോകണം. നമുക്ക് ഈ ആർട്ടിക്കിളിലേക്ക് പോകാം. എന്താണ് ഈ ബോർഡർ കോൺഫ്ലിക്റ്റിന്റെ, എവിടെയാണ് തായ്ലൻഡും കംബോഡിയയും കിടക്കുന്നത്? നമ്മളുടെ ഈ മാപ്പിലേക്ക് ഒന്ന് നോക്കിയേ. ഈ മാപ്പില് തായ്ലൻഡിന്റെ സദേൺ പാർട്ടിലേക്ക് ഏകദേശം ഒരു സൗത്ത് ഈസ്റ്റ് ഏരിയയിലാണ് നമ്മളുടെ കംബോഡിയ കിടക്കുന്നത്. സോ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒരു ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ. ഈ ബോർഡറിലാണ് പ്രധാനമായിട്ടും ഇഷ്യൂ നടക്കുന്നത്. അതായത് 1907 ഇങ്ങനെ ഒരു ലൈൻ തായ്ലൻഡും കംബോഡിയയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഞ്ച് കോളനീസ് ആയിരുന്നു. ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങളായിരുന്നു ഈ തായ്ലൻഡും കംബോഡിയ എന്ന് പറഞ്ഞാൽ. നമ്മളുടെ മാഹി റീജിയൻ ഉണ്ടല്ലോ, അവിടെ ഭരിച്ചിരുന്ന ഫ്രഞ്ച് തന്നെയാണ് തായ്ലൻഡിലും കംബോഡിയയിലും ഭരിച്ചിരുന്നത്. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ഭരിച്ചിരുന്ന ഫ്രഞ്ച് തന്നെ. സോ 1907 തായ്ലൻഡിനെയും കംബോഡിയയും ഡിവൈഡ് ചെയ്തുകൊണ്ട് അവിടുത്തെ ഒരു നാച്ചുറൽ അരുവി ഒഴുകുന്നുണ്ടാവും അവിടെ. സോ ആ അരുവിക്ക് അപ്പുറം തായ്ലൻഡ്, ആ അരുവിക്ക് ഇപ്പുറം കംബോഡിയ എന്ന് ബേസ് ചെയ്തുകൊണ്ട് ഒരു ലൈൻ ഫ്രഞ്ചുകാർ ഭരിച്ചു എന്നല്ല, ഫ്രഞ്ചുകാർ വരച്ചു. ഇതിനെ രണ്ട് കൂട്ടരും അംഗീകരിച്ചില്ല. സോ അവിടെ നിന്ന് തുടങ്ങി കിടക്കുന്ന പ്രശ്നമാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ പോലെ തന്നെ അത്രയും രൂക്ഷമല്ലാത്ത പ്രശ്നമാണ് തായ്ലൻഡും കംബോഡിയയും അടങ്ങുന്ന ഈ രണ്ട് കൺട്രീസിനും ഉള്ളത്. ഓക്കെ, സോ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന് അടുത്ത് ഈ ബോർഡറിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമുണ്ട്, ഒരു ശിവക്ഷേത്രമുണ്ട്. പ്രിയാവിഹാർ അല്ലെങ്കിൽ പ്രിയാവിഹർ എന്ന് പറയുന്ന ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം ആരുടെയാണ്, തായ്ലൻഡിന്റെയാണോ കംബോഡിയയാണോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അതായത് ഈ പ്രിയാവിഹാറിനെ, ഈ ക്ഷേത്രത്തെ നമ്മളുടെ യുനെസ്കോയുടെ കൾച്ചറൽ ഹെറിറ്റേജ് സൈറ്റിൽ അംഗീകരിച്ചു. സോ രണ്ട് രാജ്യവും ഈ ഒരു ക്ഷേത്രം ക്ലെയിം ചെയ്യാനായിട്ട് തുടങ്ങി. ഇത് ഞങ്ങളുടെയാണോ, അല്ലെങ്കിൽ ഇത് എന്റെയാണെന്ന് കംബോഡിയയും ഇത് ഞങ്ങളുടെയാണെന്ന് തായ്ലൻഡും പറയാൻ തുടങ്ങി. സോ ഇത് എങ്ങടേക്ക് പോയി? ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലേക്ക് പോയി, ICJയിലേക്ക് പോയി. ICJനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? എവിടെ? കഴിഞ്ഞ ദിവസങ്ങളിലെ എന്തില്? ന്യൂസ് അനാലിസിസിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ചോദ്യം ചോദിക്കട്ടെ, എത്ര ജഡ്ജിമാരാണ് ICJയിലുള്ളത്? ഓർക്കുന്നുണ്ടോ? എന്തിന്റെ അണ്ടറിലാണ്, എന്തിന്റെ ഓർഗനാണ് ICJ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്റെ 6 പ്രിൻസിപ്പൽ ഓർഗനുകളിൽ ഒരു ഓർഗനാണ് ICJ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിനെ കുറിച്ചിട്ടും ഇന്റർനാഷണൽ ക്രിമിനൽ കോടതിയെ കുറിച്ചിട്ടും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതല്ല ഇവിടുത്തെ വിഷയം. സോ ICJയിലേക്ക് പോയതിനു ശേഷം എന്താ സംഭവിച്ചത്? ICJ പറഞ്ഞു ഈ ടെമ്പിള് കംബോഡിയയുടെ ഭാഗത്താണ്, അല്ലെങ്കിൽ കംബോഡിയക്ക് അവകാശപ്പെട്ടതാണ്. സോ കംബോഡിയക്കാർ ജയി വിളിച്ചു, ICJ ജയിക്കട്ടെ. തായ്ലൻഡുകാർ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കി. സോ ദാറ്റ് ക്രിയേറ്റ്സ് എ പ്രോബ്ലം ഇൻ ദീസ് ബോർഡേഴ്സ്. ഓക്കെ ആണോ? ദെൻ 2025 അതായത് നമ്മളുടെ ഈ കഴിഞ്ഞ 2 മാസങ്ങളായിട്ട് അവിടെ ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ഈ ബോർഡറിന് ചുറ്റുമായിട്ട് മിലിറ്ററി അസൈൻ ചെയ്ത് വരുന്നുണ്ട്. ദെൻ എന്താ പ്രശ്നം വരുന്നേ? ഇതിന് ചുറ്റും മിലിറ്ററി അസൈൻ ചെയ്യുന്നു. അവിടെ ഒരു തായ്ലൻഡ് പട്ടാളക്കാരനെ
ഈ ആക്രമിക്കുന്നുണ്ട്. നമ്മുടെ കംബോഡിയ റീജിയൻ ആക്രമിക്കുകയും തിരിച്ച് ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട്. തിരിച്ച് കുറച്ച് ബ്രൂട്ടലായി പോയി ആക്രമിക്കുന്നത്. ദെൻ ഇതിനുശേഷം തായ്ലൻഡിന്റെ പ്രധാനമന്ത്രി കഴിഞ്ഞ മാസം നമ്മളുടെ കംബോഡിയയുടെ കൗണ്ടർ പാർട്ടിനെ വിളിച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു? ഇദ്ദേഹത്തിന്റെ ഒരു ഫോൺ കോള് കംബോഡിയക്കാരിലേക്ക് ആക്കി. അതായത് തായ്ലൻഡ് പ്രധാനമന്ത്രി കംബോഡിയയുടെ കൗണ്ടർ പാർട്ടിനെ വിളിക്കുന്നു. അതില് ഇദ്ദേഹം ഈ കംബോഡിയയുടെ കൗണ്ടർ പാർട്ടിനെ അങ്കിൾ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. അങ്കിളെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഈ തായ്ലൻഡിന് ചില മിലിറ്ററി ആളുകളുണ്ട്, അവന്മാരെയൊക്കെ ഞാൻ നിലക്ക് നിർത്തിക്കൊള്ളാം, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്, അങ്കിളെ എന്നൊരു 3 പ്രാവശ്യം വിളിച്ചു. ഈ ഒരു ഫോൺ കോള് ആര് ലീക്ക് ചെയ്തു? കംബോഡിയക്കാരെ ലീക്ക് ചെയ്തു. കംബോഡിയക്കാരെ തന്നെയാണ് വിളിച്ചത്. കഴിഞ്ഞ ദിവസം നമ്മളുടെ കോൺഗ്രസിന്റെ ഒരു ഉയർന്ന നേതാവിന്റെ, പാലോട് രവി എന്ന് പറയുന്ന നേതാവിന്റെ ഒരു ഫോൺ സംഭാഷണം ലീക്ക് ചെയ്തിട്ട് അദ്ദേഹം രാജിവെക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു കേരളത്തില്. നമ്മളുടെ ലോക്കൽ ന്യൂസ് ആണ്, നമ്മളുടെ UPSCയുമായി ബന്ധമില്ല, ലോക്കൽ ന്യൂസ്. അതുപോലെ ഒരു സിറ്റുവേഷൻ എവിടെ നടന്നു? നമ്മളുടെ തായ്ലൻഡ് പ്രൈം മിനിസ്റ്ററും കംബോഡിയയുടെ കൗണ്ടർ പാർട്ടുമായിട്ട് ഒരു ഫോൺ സംഭാഷണം നടത്തുകയും അത് കംബോഡിയ പുറത്തു വിടുകയും ചെയ്തു. അതിൽ അദ്ദേഹം കംബോഡിയൻ കൗണ്ടർ പാർട്ടിനെ വിളിക്കുന്നത് അങ്കിൾ എന്നാണ്. സോ തായ്ലൻഡിൽ ഇത് വൻ ചർച്ചാ വിഷയമായി. ഇയാൾ എന്തിനാണ് ഇവിടെ കയറിയിട്ട് അങ്കിളെ എന്ന് വിളിക്കുന്നത്? പിന്നെ ഇദ്ദേഹം നമ്മളുടെ തായ്ലൻഡിന്റെ മിലിറ്ററിയെ താഴ്ത്തി സംസാരിക്കുന്നു. അവന്മാര് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല, അവന്മാര് ചിലവന്മാരെ ഒന്നും പിടിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചില സംസാരങ്ങൾ സംസാരിച്ചു. ദാറ്റ് ക്രിയേറ്റ്സ് അനദർ പ്രോബ്ലം. ഓക്കെ, സോ ഇത് അവിടുത്തെ കോടതിയിൽ വരികയും ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആർമിക്കാരെ വെല്ലുവിളിച്ചല്ലോ അല്ലെങ്കിൽ ആർമിക്കാരെ തരം താഴ്ത്തി കാണിച്ചല്ലോ, എങ്കിൽ ആർമിക്കാരോട് തിരിച്ച് പണി കൊടുക്കാം എന്നുള്ളൊരു ഇൻസിഡന്റ് കൂടി ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ആഴ്ച നടന്ന യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ട്. സോ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രോബ്ലം എന്താണ്? ഒരു പട്ടാളക്കാരനെ ചെന്ന് ആക്രമിച്ചു, അദ്ദേഹത്തിന്റെ കാല് പോവുകയും ദെൻ കൂട്ടാക്രമണത്തിൽ ഒരാൾ മരിക്കുകയും ചെയ്തു. സോ ദാറ്റ് ഈസ് ദ റീസൺ ഫോർ ദ കറന്റ് വാർ. ദെൻ ഈ പ്രശ്നം ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ പോകുന്നുണ്ട്. ഇവരുടെ ബോർഡർ ഡിസ്പ്യൂട്ട് പരിഹരിക്കാതെ പോകുന്നുണ്ട്. പ്രധാനപ്പെട്ട ആ ഒരു ശിവ ടെമ്പിളിന്റെ പേരെന്താണ്? പ്രിയ വിഹാർ അല്ലെങ്കിൽ പ്രിയ വിഹാർ. ഓക്കെ, ദെൻ ഈ പ്രിയ വിഹാർ ചിലപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. ദ യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റ് പ്രിയ വിഹാർ ഈസ് റിലേറ്റഡ് ടു വിച്ച് കൺട്രി എന്ന് ചിലപ്പോൾ ചോദിക്കില്ല. കാരണം നമ്മളുടെ കംബോഡിയയും തായ്ലൻഡും ഒരുപോലെ ക്ലെയിം ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ അങ്ങനെ ചോദിക്കണം എന്നില്ല. UPSC പെർട്ടിക്കുലർലി ഇങ്ങനെ കോൺട്രവേഴ്സ്യൽസ് ആയിട്ടുള്ള വിഷയങ്ങളിൽ ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. ഡാൻഗ്രേക്ക് മൗണ്ടെയിൻസ്, അതായത് ഈ കംബോഡിയയുടെയും തായ്ലൻഡിന്റെയും ഇടയിൽ കിടക്കുന്ന ഒരു മൗണ്ടെയിൻ റീജിയൻസ് ആണ്, മലനിരകളാണ് ഈ ഡാൻഗ്രേക്സ് മൗണ്ടെയിൻ എന്ന് പറയുന്നത്. സോ ഇത് ജോഗ്രഫി പാർട്ടില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നമ്മളുടെ ഇന്റർനാഷണൽ ജോഗ്രഫിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ ഡാൻഗ്രേക്സ് മൗണ്ടെയിനുകളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ലേക്കുകളെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. സോ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഡാൻഗ്രേക്ക് മൗണ്ടെയിനുകൾ. അവിടുത്തെ പ്രശ്നം ഫോൺ വിളിയും ചോർച്ചയൊക്കെ അവിടെ നിന്നോട്ടെ, അതൊന്നും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഡാൻഗ്രേക്ക് മൗണ്ടെയിൻസ് എന്താണ്? ഈ കംബോഡിയ തായ്ലൻഡ് റീജിയനിൽ പെടുന്ന അല്ലെങ്കിൽ ഇതിന്റെ ബൗണ്ടറിയിൽ പെടുന്ന ഒരു മൗണ്ടെയിൻ ആണ്. ഈ ഡാൻഗ്രേക്ക് മൗണ്ടെയിനിൽ നിന്ന് ഒഴുകുന്ന ഒരു നാച്ചുറൽ റിവർ ഉണ്ട്. ഈ റിവറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് 1907 നമ്മളുടെ കംബോഡിയയും തായ്ലൻഡും, കംബോഡിയ താഴെ തായ്ലൻഡ് മുകളില്, അങ്ങനെ കംബോഡിയയും തായ്ലൻഡും എന്ത് ചെയ്യുന്നേ? ബോർഡർ വരയ്ക്കുന്നത്, ഫ്രഞ്ചുകാര് ബോർഡർ വരയ്ക്കുന്നത്. പക്ഷെ രണ്ടുപേരും ഇത് അക്സെപ്റ്റ് ചെയ്തില്ല. ചില എൻക്ലേവുകളെ കുറിച്ചിട്ട് ഇവർക്ക് ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട്. അതില് പ്രശ്നങ്ങളിൽ പെടുന്ന ഒരു ഏരിയയാണ് പ്രിയ വിഹാർ എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രിയ വിഹാർ എന്ന് പറയുന്ന നമ്മളുടെ ടെമ്പിൾ റീജിയൻ. ഓക്കെ ആണോ? സോ ഇതാണ് ഈ ഒരു തായ്ലൻഡ് കംബോഡിയ കോൺഫ്ലിക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തായ്ലൻഡിൽ ഇപ്പോ പ്രൈം മിനിസ്റ്റർ രാജിവെച്ചിരിക്കുകയാണ്. അതും കൂടിയിട്ട് നിങ്ങൾ ഓർക്കുക.